എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം ഈ സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ പോകുന്നതിനോടുള്ള ഒരു എതിർപ്പാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആ സമീപനത്തോട് നമുക്ക് തെറ്റു പറയാനൊക്കത്തില്ല. രാഷ്ട്രീയക്കാർ ഈ സമീപനം നടത്തുന്നത് വോട്ടിന് വേണ്ടി തന്നെ ആകണമെന്നില്ലല്ലോ. അപ്പം അദ്ദേഹം അതേസമയം തന്നെ ആ ബന്ധം നന്നായിട്ട് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ ധ്രുവീകരണം പോലെ തന്നെ സാമുദായികമായിട്ടുള്ള ധ്രുവീകരണമൊക്കെ ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിലും അതുണ്ട്. പലർക്കും ചിലരുടെ ഫേവറേറ്റ് ആൾക്കാരുണ്ട്, ചിലർക്ക് ഫേവറേറ്റ് രാഷ്ട്രീയം ഉണ്ടാവും, രാഷ്ട്രീയമില്ലാത്തവരുണ്ടാകും. അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പം അമിതമായിട്ടുള്ള ഒരു സാമുദായിക സംഘടനകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു ശക്തി കൊണ്ട് കാര്യങ്ങൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായ ഒരു ഇംപ്രഷൻ വരുന്നത് ഒരു പക്ഷേങ്കിൽ ഒരു നല്ല രീതിയല്ല. പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു നീതി കിട്ടണം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സമുദായത്തിന് പ്രത്യേകമായിട്ട് കൂടുതലായിട്ടോ കിട്ടുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് മാത്രമേ പറയാനായിട്ട് ഒക്കത്തുള്ളൂ. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ സമുദായങ്ങളുമായിട്ട് എല്ലാ മതങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നതാണ്. തിണ്ണ നിറങ്ങുക എന്നുള്ള പ്രയോഗം എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. അത് ഈ വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ ഗവൺമെൻറ് അധികാരമേറ്റിട്ടേ ഉള്ളൂ. അതിന് പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് വരാൻ പോകുന്ന ബഡ്ജറ്റ് അവതരണം. അപ്പോൾ ആ ബഡ്ജറ്റ് അവതരണത്തിലൂടെ മാത്രമേ ഇനി കഴിഞ്ഞ അടുത്ത 100 ദിവസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു പ്രവർത്തനത്തെ വിലയിരുത്താനായിട്ട് സാധിക്കും. നല്ല ഇച്ഛാശക്തിയുള്ള ഒരു ചീഫ് മിനിസ്റ്ററാണ്. എല്ലാത്തിനോടും ഒരു തുറന്ന സമീപനം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിൽ അധികമായിട്ടുള്ള വലിയൊരു മനുഷ്യസ്നേഹി, വലിയൊരു പ്രകൃതി സ്നേഹി, അതുപോലെ എല്ലാ മതങ്ങളോടും എല്ലാ മനുഷ്യരോടും മതമില്ലാത്തവരോടുമൊക്കെ തികഞ്ഞ ഒരു മനുഷ്യത്വപരമായിട്ടും അതുപോലെ തന്നെ ഏത് വിഷയത്തെക്കുറിച്ചും നന്നായിട്ട് പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം. ഒരു നല്ല ലീഡറിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉൾക്കൊള്ളുന്ന ഒരു CM ആയിട്ടാണ് ആദരണീയനായ VD സതീശൻ നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ നിശ്ചയമായിട്ട് എല്ലാവരും കാതോർത്തിരിക്കുകയാണ് എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും നിശ്ചയമായിട്ടും ആളുകളുടെ എക്സ്പെക്റ്റേഷൻ വളരെ വലുതാണ്. വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും പുതിയ മന്ത്രിസഭയെക്കുറിച്ചും പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചുമൊക്കെ. അദ്ദേഹത്തിന് ആളുകളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ വികസന കാഴ്ചപ്പാട്, വികസന മുന്നേറ്റം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ വികസനത്തിൽ കേരളം മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വികസന കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ തന്നെ വികസനം കുറെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ ആവലാതികൾ, അവരുടെ എല്ലാം അപ്ലിഫ്റ്റ്മെൻറ്റ്, അവരുടെ എല്ലാം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വികസന കാഴ്ചപ്പാടിലൂടെ ഒരു സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബഹുമാന്യനായ VD സതീശൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അദ്ദേഹം തൻ്റെ പ്രവർത്തനത്തിലൂടെ അത് വെളിപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന എല്ലാ ആശംസകളും പ്രിയപ്പെട്ട CM-ന് നേരുന്നു. സഭ അദ്ദേഹവുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തുന്ന ഒരു സഭയാണ്. പ്രത്യേകിച്ചും എനിക്ക് വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹം സാവകാശം ഈ തിരക്കുകൾ കൊഴിഞ്ഞതിന് ശേഷം വന്ന് കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഭയിലെ തന്നെ 3-4 MLA-മാർ നമുക്കിപ്പോൾ ഉണ്ട്. അവരെല്ലാവരുമായിട്ട് ഒരു ദിവസം കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MP-മാർ ബെന്നി ബെഹനാനാണ് അത് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഭ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കും. അദ്ദേഹം ഏത് കാലത്തും സഭയുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന് എപ്പോഴും അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ചർച്ച് ബില്ല് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി അഡ്വാൻസ്മെൻറ്റ് നടത്തിയായിരുന്നു.
അതിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം വരുവാണ്, യാക്കോബായ ഓർത്തഡോക്സ് ഈ രണ്ട് സഭകളും തമ്മിലുള്ള ഒരു ശാശ്വത പരിഹാരത്തിനൊരു പ്രപ്പോസൽ വരുവാണെങ്കിൽ അതിന് എല്ലാ നിലയിലും അതിന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇനി വരുന്ന ആളുകളിൽ അവരുടെ ഒരു പ്രകടന പത്രികയിൽ സഭാവിഷയമൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവഹാരത്തിലൂടെ പരിഹാരങ്ങൾ പലപ്പോഴും അകലെയാണ്. പരിഹാരങ്ങൾ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറുന്ന ഒരു പ്രശ്നമെന്നതിനാൽ ചർച്ചകളിലൂടെ ഒരു പരിഹാരം ഉണ്ടാകുന്നെങ്കിൽ ഇത് എപ്പോഴും നല്ലതാണ്. കോടതി വിധികളെ മറികടക്കാൻ ഗവൺമെൻറ്റിന് ചില പരിമിതികളുണ്ട്. പക്ഷേങ്കിൽ കോടതിയിലൂടെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി പലപ്പോഴും ഗവൺമെൻറ് ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്നില്ല. ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില ഓപ്പൺ കമൻസ് വന്നു. അതിനനുസരിച്ചൊന്ന് കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ വിമർശനമുണ്ട്. പക്ഷേ വിമർശിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഗവൺമെൻറ്റിനോട് അതിന് ഒരിക്കലും ഒരു നന്ദികേട് ഒരിക്കലും പറയാനൊക്കത്തില്ല. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിന് എന്തുകൊണ്ടോ ഒരു സമയവകാശം കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയാണെങ്കിലും അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാവട്ടെ. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനോട് ഇടപെടൽ നടത്താനായിട്ട് സാധിക്കട്ടെ. അദ്ദേഹം പിന്നെ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ട്. മറുവിഭാഗവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇത്തര ക്രൈസ്തവ സഭകളായിട്ടും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളായിട്ടുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശ വയ്ക്കാം. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അഭിമുഖം ബസിൽ ജോസഫ് ബാവ ഒരു ഹ്രസ്വ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് കാനഡയിൽ എത്തിയിരിക്കുകയാണ്. പാത്രികീസ് ബാവായുടെ ഇഗ്നാത്യൂസ് അപ്രേം രണ്ടാമൻ ബാവായുടെ 12ാമത് സ്ഥാനാരോഹണ വാർഷികമായിരുന്നു. വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നത്. പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്നും ഒളിച്ചോടാതെ അതിൻ്റെ മധ്യേ തന്നെ നിന്ന് ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിന് മാത്രമല്ല അദ്ദേഹം ഇടപെടൽ, അവിടെയുള്ള ഒരു യുദ്ധം വന്നാൽ, ഒരു ടെററിസ്റ്റ് ആക്രമണം വന്നാൽ അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്കും അവിടെ പലപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ബാവയുടെ ഇടപെടൽ ഒത്തിരി ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഡെമോക്രാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കാതെ പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പല രാജ്യങ്ങളിലും ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് പറയുന്നത് പോലെ നല്ല നിലയിൽ പോകുന്ന രാജ്യങ്ങളിൽ പോലും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതികളും അതിലൂടെ പ്രവാസികൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ കണ്ടമാനം ബാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള യുദ്ധത്തിൻ്റെ കെടുതികളുണ്ട്. അത് വ്യാപിക്കാതിരിക്കട്ടെ, അത് എല്ലാത്തിനും ഒരു ശമനമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് സമാധാനത്തിന് അന്തരീക്ഷം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയാണ്. പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധ പാത്രികീസ് ബാവ അങ്ങനെ ഒരു പ്രശ്ന സങ്കീർണമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇത്രയും നേരം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കാണുമെന്ന് ഓർത്തു. പക്ഷേ വീണ്ടും പഴയ സ്വീകരണം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് രാവിലെ നമ്മുടെ സെന്റ് ജോസഫ് പള്ളിക്കാര് ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. തിരുമേനിയുടെ ഓരോ ഡയറക്ഷനും ഓരോ വാക്കുകളും റേച്ചൽ ആന്റിയെ നന്ദി അറിയിക്കുന്നതായിരിക്കും.